ഇനി വേറെ ഒരാളതാ നിന്നെ കാണാൻ വന്നിരിക്കുന്നു, കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിരിക്കുന്നു. ഇഷ്ടപ്പെട്ടതിന് ശേഷം അവനതാ പറയുന്നു. എന്താ പറയുന്നത്? എനിക്കിടക്കിടയ്ക്ക് ഇവിടെ വിളിച്ചുകൊണ്ടേയിരിക്കണം, അവളെ ശബ്ദം കേട്ട് രസിച്ചുകൊണ്ടേയിരിക്കണം. പറ്റൂല. ഒരു പെണ്ണിന്റെ ശബ്ദം ഔറത്തല്ല, പക്ഷേ പെണ്ണിന്റെ ശബ്ദം കേട്ട് രസിക്കൽ പാടില്ലാത്തതാണ്, കേട്ട് രസിക്കാൻ പാടില്ല. അപ്പോൾ വൈകാരികമായ നിലയ്ക്ക് ഒരു പെണ്ണിന്റെ ശബ്ദം അന്യ പെണ്ണിന്റെ ശബ്ദം കേൾക്കാൻ പറ്റൂല. സാധാരണ നിലയ്ക്ക് ഒരു പെണ്ണിന്റെ ശബ്ദം ഔറത്തല്ല, പുരുഷന്റെ ശബ്ദം പെണ്ണിനും ഔറത്തല്ല. പക്ഷേ വൈകാരികമായ നിലയ്ക്ക് കേൾക്കാൻ പറ്റൂല. വൈകാരികമായ നിലക്കുള്ള കേൾവി കേൾക്കാനല്ലേ അതാ അവൾക്കൊരു മൊബൈൽ ഫോൺ കൊടുക്കണം, എനിക്കിടക്കിടയ്ക്ക് ഇങ്ങനെ രാത്രി പാതിരക്ക് വിളിക്കണമെന്ന് പറയുന്നത് പറ്റൂല. അതേ സമയത്ത് അവിടൊന്നും കവിഞ്ഞുപോയി സുഹൃത്തുക്കളെ. സുബ്ഹാനല്ലാഹ്, വിവാഹം കഴിക്കാൻ തീരുമാനിച്ച പെണ്ണിനെ കല്യാണം നിശ്ചയിച്ചതിന്റെ ശേഷം അവന്റെ കൂടെ ടൂറിന് പറഞ്ഞേക്കാത്തതുകൊണ്ട്, അവന്റെ കൂടെ കാറിലേക്കാത്തതുകൊണ്ട്, അവൾ എനിക്ക് വേണ്ടെന്ന് പറഞ്ഞ് മാറ്റി നിർത്തുന്ന ചെറുപ്പക്കാരില്ലേ, വിവാഹത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് തന്നെ പടച്ചവനെ ധിക്കരിച്ചുകൊണ്ടേ ഞാൻ ആ വിവാഹത്തിലേക്ക് കടക്കൂ എന്ന് തീരുമാനിക്കുന്നവനേക്കാൾ ബുദ്ധിയില്ലാത്തവനുണ്ടോ, വിവരമില്ലാത്തവനുണ്ടോ? പക്ഷെ ഉറപ്പിച്ച സ്ഥിതിക്ക് എനിക്കത് ക്ഷമിക്കാൻ കഴിയൂല എന്നാണ് മറുപടിയെങ്കിൽ അവർക്ക് വേണ്ടിയാണ് ഞാൻ എന്റെ വിവാഹം എന്ന സിഡിയിൽ പറഞ്ഞത്. നിങ്ങൾക്ക് അങ്ങനെ നിർബന്ധമാണോ? അമ്മോശനെയും കൂട്ടിക്കോ, നീയും പൊയ്ക്കോ, എവിടെയെങ്കിലും ഒരു റൂമിലിരുന്നോ, 2 സാക്ഷികളെയും നിർത്തിക്കോ. എന്നിട്ട് നിന്റെ അമ്മോശൻ നിന്നോട് പറയട്ടെ, എന്റെ മകളെ നിനക്ക് ഞാൻ നിക്കാഹ് ചെയ്തു തന്നിരിക്കുന്നു ഇത്ര മഹറിന്, അപ്പൊ നീ അത് ഞാൻ സ്വീകരിച്ചിരിക്കുന്നു എന്ന് നീയും അവളെ നിക്കാഹിനെ ഞാൻ സ്വീകരിച്ചു എന്ന് നീയും അങ്ങോട്ട് പറഞ്ഞു. അത് കേൾക്കാനുണ്ട്, സാക്ഷികളും ഉണ്ടാകട്ടെ. പിന്നെ വിവരം നിങ്ങൾ ആരോടും പറയണമെന്നില്ല. കല്യാണത്തിന്റെ ദിവസം പരസ്യമായി ഒരു നിക്കാഹ്, പുതിയാപ്പള കോപിച്ചു പോകണ്ട. അതിന് വേണമെങ്കിൽ പരസ്യമായ ഒരു നിക്കാഹ് വേറെയും നടത്തിക്കോ. എന്നാലും നീ അന്യ പെണ്ണിനെയും കൂട്ടി ഹറാമ് ചെയ്യല്ലേ. ഇത് പറഞ്ഞപ്പോ ഇടയ്ക്കിടയ്ക്ക് ഇപ്പൊ ഫോൺ വിളിയാ. അങ്ങനെ 2 പ്രാവശ്യം നിക്കാഹ് ചെയ്യാൻ പറ്റുമോ? അങ്ങനെ 2 പ്രാവശ്യം നിക്കാഹ് ചെയ്യാൻ പറ്റുമോ? ഞാൻ പറഞ്ഞു എല്ലാ നിക്കാഹും 2 പ്രാവശ്യം ചെയ്യുന്നുണ്ട്, ഇത് 3ആയതാണ്. അതിന്റെ ചോദിച്ചു എല്ലാ നിക്കാഹും 2 പ്രാവശ്യം ചെയ്യുന്നുണ്ട്. അങ്കഹത്തൊക്കെ ബിന്ദി അബിൽ തുനിക്കാഹ അറബിയിൽ 1, പിന്നെ മലയാളത്തിൽ വേറൊന്നും, അപ്പൊ 2ആയില്ലേ? മലയാളത്തിൽ എന്റെ മകളെ നിനക്ക് ഞാൻ നിക്കാഹ് തന്നിരിക്കുന്നു, അത് ഞാൻ സ്വീകരിച്ചിരിക്കുന്നു. 1 അറബിയിലും 1 മലയാളത്തിൽ, 2 നിക്കാഹ്. അതിന്റെ കൂടെ 1 കൂടി ആയിനേ ഉള്ളൂ, 3 ആയിനേ ഉള്ളൂ, വേറെ കുഴപ്പമൊന്നുമില്ല. ഓ സഹോദരന്മാര്, എന്നാലും ഞാനത് പറഞ്ഞത് കല്യാണം നിശ്ചയിച്ചാ പിന്നെ എനിക്ക് പൊറുക്കൂല എന്ന് ചിന്തിക്കുന്നവരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി പറഞ്ഞു തന്നതാണ്. എന്നാലും നിങ്ങൾ ഹറാമ് ചെയ്യല്ലേ, അന്യ പെണ്ണിനെയും കൂട്ടി നടക്കല്ലേ. നിക്കാഹ് തീരുന്നത് വരെ, നിക്കാഹിന്റെ വചനം പറഞ്ഞ് തീരുന്നത് വരെ അത് നിന്റെ ഭാര്യയല്ല, അതന്യ പെണ്ണാണ് കേട്ടോ. അതുവരെ അവളെ നോക്കൽ നിന്റെ ബാപ്പക്ക് അനുവദനീയമല്ല, നിന്റെ ജ്യേഷ്ഠൻ അനുവദനീയമല്ല, നിന്റെ അനുജൻ അനുവദനീയമല്ല. നിക്കാഹ് ചെയ്താലും നിന്റെ ജ്യേഷ്ഠൻ അവളെ നോക്കൽ അനുവദനീയമല്ല, നിക്കാഹ് കഴിഞ്ഞാലും നിന്റെ അനുജനത് നോക്കൽ അനുവദനീയമല്ല. നിന്റെ ബാപ്പക്കും മുപ്പാപ്പാക്കും ഒക്കെ നോക്കുന്നതിന് വിരോധമില്ല. നിക്കാഹ് കഴിയുന്നത് വരെ സ്വന്തം ബാപ്പാക്കും നോക്കാൻ അധികാരമില്ല. അത് പാലിച്ചുകൊണ്ട് ജീവിക്കാൻ ശ്രമിക്കണം, അത് പാലിച്ചുകൊണ്ട് ജീവിക്കാൻ ശ്രമിക്കണം. പടച്ചവന്റെ നിയമങ്ങൾ പാലിച്ച് ജീവിക്കുന്നവനാണ് തഖ്വയുള്ള മുഅ്മിൻ. തഖ്വയുള്ളവർക്കാണ് അല്ലാഹു സ്വർഗം വെച്ചതെന്ന ബോധം നമുക്കെല്ലാവർക്കും എപ്പോഴും ഉണ്ടാകണം.